10ാം ക്ലാസ് അറബിക്കിലെ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം 48ാമത്തെ പേജിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം. കൈഫ തഹഖഖത് അഹ്ലാമു ശാന്ത, ശാന്തയുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് യാഥാർത്ഥ്യമായത്. നുഇദ്ദു മുദക്കിറത്തൻ, ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. ശാന്തയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായത് എങ്ങനെയെന്ന് ഒരു കുറിപ്പായി എഴുതാം. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആദ്യം ശാന്ത ആരാണെന്നും ശാന്തയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ എഴുതണം. നമുക്കിങ്ങനെ എഴുതാം. കാനത്ത് ശാന്ത താലിബത്തൻ ഫി സഫിൽ ഖാമിസ്, ശാന്ത 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. തുഹിബ്ബു അൻ തത്വീറ ഇലൽ ഖമരി വൻ നുജൂം, അവൾ നക്ഷത്രങ്ങളിലേക്കും ചന്ദ്രനിലേക്കുമൊക്കെ പറക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഖാലത്ത് ലഹ മുദരിസതുഹ, അവളുടെ അധ്യാപിക അവളോട് പറഞ്ഞു, അന്നൽ ഇൻസാന യുംകിനു അൻ യത്വീറ, മനുഷ്യന് പറക്കാൻ കഴിയും, ഇലൽ ഫലാഇ, ബഹിരാകാശത്തേക്ക്, മനുഷ്യന് ബഹിരാകാശത്തേക്ക് പറക്കാൻ കഴിയുമെന്ന് അവളുടെ അധ്യാപിക അവളോട് പറഞ്ഞു. എങ്ങനെ പറക്കാൻ കഴിയുമെന്ന്? ബി മുസാഅദത്തിൽ മർക്കബാത്തിൽ ഫലാഇയ, ബഹിരാകാശ വാഹനങ്ങളുടെ സഹായത്തോടെ. ഫഅസമത്ത് ശാന്ത അൻ തുഹഖിഖ ഹുൽമഹാലി ത്വയറാൻ, അത് കേട്ടപ്പോൾ ശാന്ത തൻ്റെ പറക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കാൻ തീരുമാനിച്ചു. അസമത്ത് ശാന്ത തീരുമാനിച്ചു അൻ തുഹഖിഖ, യാഥാർത്ഥ്യമാക്കാൻ, ഹുൽമഹാലി ത്വയറാൻ, പറക്കാനുള്ള തൻ്റെ സ്വപ്നം. ഫദറസത്ത് ജയ്യിദൻ, അങ്ങനെ അവൾ നന്നായി പഠിച്ചു. വൽതഹഖത്ത് ഫി ജാമിഅത്തുൽ ഉലൂം, പിന്നീട് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ഹീന ഇതിൻ, അപ്പോൾ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഖദ്ദമത്ത് ത്വലബൻ, അവളൊരു അപേക്ഷ സമർപ്പിച്ചു, അപ്ലിക്കേഷൻ സമർപ്പിച്ചു. ലിൽ ഇൽത്തിഹാഖി, ജോയിൻ ചെയ്യാൻ വേണ്ടി. ഫി ബർനാമജി തദ്രീബി, പരിശീലന പരിപാടിയിൽ. ആർക്കുള്ള പരിശീലന പരിപാടിയിൽ? ലി റുവാദിൽ ഫലാ, ബഹിരാകാശ യാത്രികർക്കുള്ള ഒരു പരിശീലന പരിപാടിയിൽ ജോയിൻ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ അവൾ സമർപ്പിച്ചു. നാലത്തെ അലേഹി ബിജുഹ്ദിഹ, അവളുടെ കഠിനാധ്വാനം കാരണത്താൽ അവൾക്കത് കിട്ടി. വഖ്തിറത് ഉളുവൻ ഫി ഫരീഖി റുവാദിൽ ഫലാ, അങ്ങനെ അവൾ ബഹിരാകാശ യാത്രികരുടെ ടീമിൽ ഒരു ഉളുവായിട്ട്, ഒരു മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹാക്കദ തഹഖഖത് അഹ്ലാമു ശാന്ത, ഇപ്രകാരമാണ് ശാന്തയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഉഖ്തിറത്ത് ശാന്ത തിരഞ്ഞെടുക്കപ്പെട്ടു. ഉളുവൻ ഫി ഫരീഖി റുവാദിൽ ഫലാ, ബഹിരാകാശ യാത്രികരുടെ ടീമിൽ. അലിമത്ത് മുദരിസത്തുഹ അൻ ഹാദൽ ഇൻജാസ്, ഈ ഒരു നേട്ടത്തെക്കുറിച്ച് അവളുടെ അധ്യാപിക അറിഞ്ഞു. ഇൻജാസ്, നേട്ടം. ഫഅർസലത്ത് റിസാലത്തൻ ഖസീറത്തൻ, അങ്ങനെ അവരൊരു ചെറിയ മെസ്സേജ്, ഒരു ഷോർട്ട് മെസ്സേജ് അയച്ചു. തുഹന്നി ഒഹ, അവളെ അനുമോദിച്ചുകൊണ്ട്, ശാന്തയെ അനുമോദിച്ചുകൊണ്ട് അധ്യാപിക ഒരു SMS അല്ലെങ്കിൽ ഒരു ഷോർട്ട് മെസ്സേജ് അയച്ചു. അസീസത്തി ശാന്ത, ഇതാണ് മെസ്സേജ്. ശാന്ത, പ്രിയപ്പെട്ട ശാന്ത, നുഹന്നി ഉക്ക, ഞങ്ങൾ നിന്നെ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അല ഇൻജാസിക റാഇ, നിന്റെ ഈ മനോഹരമായ നേട്ടത്തിൽ. ലനാ ഷറഫുൻ അലീമുൻ, ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. അൻ തക്കൂനി മിൻ റുവാദിൽ ഫലാഇൽ മുഖ്താരീൻ, നീ തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികരുടെ ടീമിൽ ഉൾപ്പെട്ടതിൽ. അന അഫ്തഖ്റു ബിക്കി ജിദ്ദൻ, ഞാൻ നിന്നെക്കുറിച്ച് വളരെയധികം അഭിമാനിക്കുന്നു. ഇസ്തമിരി ഫി റിഹ്ലത്തിക്ക്, നിന്റെ യാത്ര നീ തുടരുക. ലി തഹഖീഖി അഹ്ലാമിക്ക്, നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി. ഇനിയും നിനക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും, അതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നീ നിന്റെ വിജയ യാത്ര തുടരുക. അന വാഫിഖത്തുൻ, എനിക്കുറപ്പുണ്ട്. ബി അന്നക്കി സതസ്അദീന, നീ സന്തോഷിക്കുമെന്ന്. ബി ഇൻജാസാത്തിൻ കബീറത്തിൻ, വലിയ നേട്ടങ്ങൾ കൊണ്ട്. ഫിൽ അയ്യാമിൽ ഖാദിമ, ഇനി വരുന്ന നാളുകളിൽ, ഇനി ഭാവിയിലും നീ ഇതിലും മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. മഅ അത്വബി തമന്നിയാസ്, ആശംസകളോടെ മുദരിസത്തുക്കി റഷീദ, നിന്റെ അധ്യാപികയായ റഷീദ. ഇങ്ങനെയാണ് ഒരു അനുമോദന ലെറ്റർ അയച്ചത്. ഇനി ഇതേ രൂപത്തിൽ നമുക്ക് 2 പേരെ അനുമോദിക്കാനുണ്ട്. ആരെയൊക്കെയാണ് നോക്കാം. കൈഫ നുഹന്നി ഉ, നമ്മൾ എങ്ങനെ അഭിനന്ദിക്കും, അനുമോദിക്കും. ഫിൽ മവാഖിഫിൽ ആത്തിയ, താഴെയുള്ള സന്ദർഭങ്ങളിൽ. താഴെ 2 വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 2ലും നമ്മൾ അനുമോദനം തയ്യാറാക്കണം. ഒന്നാമത്തത്, ഹസല സുദീഖുക അലൽ മർത്തബത്തിൽ ഊല ഫിൽ ഇംതിഹാൻ, നിന്റെ കൂട്ടുകാരൻ
പരീക്ഷയിൽ 1ാം റാങ്ക് നേടി. അതിന് അവനെ അനുമോദിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഇതേപോലെ തന്നെ തയ്യാറാക്കിയാൽ മതി. ശാന്ത എന്ന പേര് മാറ്റിയിട്ട് കൂട്ടുകാരന്റെ പേര് വെക്കാം. അപ്പോൾ അതിന്റെ കൂടെ വരുന്ന ലമീറുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും കൂടെ മാറ്റിക്കൊണ്ട് നമുക്കത് തയ്യാറാക്കാം. ഇങ്ങനെ തയ്യാറാക്കാം. കൂട്ടുകാരന് മുഹമ്മദ് എന്ന് പേര് കൊടുക്കാം. അപ്പോൾ അസീസി മുഹമ്മദ്, പ്രിയപ്പെട്ട മുഹമ്മദെ, ഉഹന്നി ഉക്ക അല ഇൻജാസിക റാഇ, നിന്റെ ഈ മനോഹരമായ നേട്ടത്തിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ലീ ഷറഫുൻ അലീമുൻ ലി നജാഹിക മഅൽ മർത്തബത്തിലൂല, 1ാം സ്ഥാനത്തോടെയുള്ള നിന്റെ ഈ വിജയത്തിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഫിൽ ഇംതിഹാനി, പരീക്ഷയിൽ. അന അഫ്തഖറു ബിക ജിദ്ദൻ, ഞാൻ നിന്നെ കൊണ്ട് വളരെയധികം അഭിമാനിക്കുന്നു. ഇസ്തമിറ ഫി റിഹലതിക ലിതഹഖീഖി അഹ്ലാമിക, നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നിന്റെ യാത്ര നീ തുടരുക. അന വാസിഖും ബി അന്നക സതസ്അദു ബി ഇൻജാസാത്തിൻ കബീറത്തിൻ ഫിൽ അയ്യാമിൽ ഖാദിമ, വരുന്ന ദിനങ്ങളിൽ നീ കൂടുതൽ നേട്ടങ്ങൾ നേടിക്കൊണ്ട് സന്തോഷവാനാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ ആദ്യം ശാന്തയായിരുന്നതുകൊണ്ട് നിന്റെ എന്ന് പറയാൻ കീ എന്നായിരുന്നു ഉപയോഗിച്ചത്. ഇവിടെ അത് മാറ്റി ക എന്ന് വെച്ചു. അതാണ് കൂടുതലായിട്ട് വന്ന വ്യത്യാസം. മഅ അത്യബി തമന്നിയാത്തി സ്വദീഖുക ജാബിർ, ഒരു പേര് കൊടുത്തതാണ് ജാബിർ എന്ന്. ഓക്കെ, ഇനി അടുത്തത് ഹസല അഹൂക അല വലീഫത്തിൻ, നിന്റെ സഹോദരന് ഒരു ജോലി കിട്ടി. അതുകൊണ്ട് സഹോദരനെ അനുമോദിച്ചുകൊണ്ടൊരു കുറിപ്പ് തയ്യാറാക്കണം. അതെങ്ങനെ തയ്യാറാക്കാം? ആദ്യം അഹി അൽ അസീസ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഉഹന്നി ഉക്ക, ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. അല ഇൻജാസിക റാഇ, നിന്റെ ഈ മനോഹരമായ നേട്ടത്തിൽ. ലീ ഷറഫുൻ അലീമുൻ ലി ഹുസൂലിക അല വലീഫത്തിൻ, നിനക്കൊരു ജോലി കിട്ടിയതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അന അഫ്തഖിറു ബിക ജിദ്ദൻ, ഞാൻ നിന്നിൽ വളരെയധികം അഭിമാനിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, മാറ്റമൊന്നുമില്ല. ഇസ്തമിറ ഫീ റിഹലതിക ലിതഹഖീഖി അഹ്ലാമിക അന വാസിഖും ബി അന്നക സതസ്അദു ബി ഇൻജാസത്തിൻ കബീറത്തിൻ ഫിൽ അയ്യാമിൽ ഖാദിമ, അതേപോലെ തന്നെ എഴുതാം. മഅ അത്യബി തമന്നിയാത്ത് അഖൂക സലീം, ഇവിടെ സലീം എന്ന് പേര് കൊടുത്തു. പേര് ഇഷ്ടമുള്ളത് കൊടുക്കാം. നിന്റെ സഹോദരനായ സലീം. ഓക്കെ, അടുത്തത് നഖറഉ വനഫഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. നാലത്ത് നബീലത്തു മെഡലിയത്ത് റഈസുൽ വുസറാഇൽ ഷജാ, നബീലേക്ക് ധീരതയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ മെഡൽ ലഭിച്ചു. നാലത്ത് നബീല, നബീല നേടി മെഡലിയത്ത് മീൻസ് മെഡൽ. ആരുടെ മെഡൽ? റഈസുൽ വുസറാ, പ്രധാനമന്ത്രിയുടെ മെഡൽ നേടി. എന്തിനുള്ള? ലി ഷജാഅത്തി, ധീരതയ്ക്കുള്ള. എന്തെങ്കിലും ഒരു ധീര പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അവർക്ക് പ്രധാനമന്ത്രിയുടെ മെഡൽ നൽകും, ധീരതയ്ക്കുള്ള മെഡൽ. അത് നബീല എന്ന കുട്ടി നേടി. ഫഅർസലത് ഇലൈഹ സമീലതുഹ റിസാലത്തൻ ഖസീറത്തൻ തുഹന്നിഉഹ, അപ്പോൾ അവളെ അഭിനന്ദിച്ചുകൊണ്ട് അവളുടെ കൂട്ടുകാരി അവൾക്കൊരു ചെറിയ മെസ്സേജ് അയച്ചു. ആ മെസ്സേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉഖദ്ദിമുലക്കി അസ്ക തഹാനി വ അജ്മലത്ത് ബിരികാത്ത്, നിനക്ക് ഞാൻ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ നേരുന്നു. അഫ്തഖിർ ബി ഇൻജാസിക്കി, നിന്റെ ഈ നേട്ടത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. യാ അസീസത്തി, പ്രിയപ്പെട്ടവളെ. ഇതാണ് മെസ്സേജ്. ഇനി ഹസലത്ത് സീമ അല ദറജത്തിൽ ആലിയ, സീമയ്ക്ക് ഉന്നതമായ റാങ്ക് കിട്ടി. ഫി മുസാബഖത്തിൻ നശീദത്തിൽ അറബിയത്ത് ഫിൽ മിഹ്റജാനിൽ ഫന്നി അല മുസ്തഫൽ വിലായ. അല മുസ്തഫൽ വിലായ മീൻസ് സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റ് ലെവലിൽ, സംസ്ഥാന തലത്തിലുള്ള അൽ മിഹ്റജാൻ ഫന്നി കലാമേളയിൽ മുസാബഖത്തു നശീദത്തിൽ അറബിയ, അറബി ഗാന മത്സരത്തിൽ ഉയർന്ന റാങ്ക്, ഉയർന്ന ഗ്രേഡ് നേടി. ആര്? സീമ. അതുകൊണ്ട് നുഇദ്ദു റിസാലത്തൻ കസീറത്തൻ ലിൽ തഹ്നിയതിഹ, അവളെ അനുമോദിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ മെസ്സേജ് തയ്യാറാക്കാം. അപ്പോൾ ഗ്രേഡ് നേടിയത് കൊണ്ട് ഇതേപോലെ തന്നെ എഴുതിയാൽ മതി അല്ലേ, മാറ്റമൊന്നുമില്ല. ഇവിടെയും പ്രത്യേകിച്ച് പേരോ ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിനും ഇതേ രൂപത്തിൽ എഴുതാം. ഒക്കദിമുലക്കി അസ്ക തഹാനി വജ്മലത്ത് ബിരികാത്തി അഫ്തഖിർ ബി ഇൻജാസിക്കി യാസിസത്തി, അതേ രൂപത്തിൽ എഴുതുക. നതഖയ്യലു വനുഇദ്ദു മുദക്കറത്തൻ, നമുക്ക് ഒരു മുദക്കിറ തയ്യാറാക്കാം. മാ അഹ്ലാമുക, നിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? കൈഫ തുഹഖിഖുഹ, ആ സ്വപ്നങ്ങളെ നീ എങ്ങനെ സാക്ഷാത്കരിക്കും? ഇതാണ് ചോദ്യം അല്ലേ. ഇതിനെക്കുറിച്ചൊരു മുദക്കറത്ത്, കുറിപ്പ് തയ്യാറാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറിപ്പ് തയ്യാറാക്കാം. നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിനനുസരിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. നമ്മളിവിടെ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം. ലീ അഹ്ലാമുൻ കസീറത്തുൻ, എനിക്ക് ധാരാളം ആഗ്രഹങ്ങളുണ്ട്. അഹബു അൻ അക്കൂന തബീബൻ, ഞാനൊരു ഡോക്ടറാകാൻ ഇഷ്ടപ്പെടുന്നു. ഇതാ സിർതു തബീബൻ, ഞാനൊരു ഡോക്ടറായാൽ സഉആലിജുൽ ഫുഖറാ മജ്ജാനൻ, പാവങ്ങളെ ഞാൻ ഫ്രീ ആയി പരിശോധിക്കും. വസ അജിദു സബബൽ ഹഖീഖിയ ലിൽ മർളി, ഞാൻ രോഗത്തിന്റെ യഥാർത്ഥമായ കാരണം കണ്ടെത്തും. വ ഉആലിജുഹു, എന്നിട്ട് ആ കാരണത്തിനെ ഞാൻ ചികിത്സിക്കും.
വ ഒഹ്സിനു മുആമലത്തൽ മർല. മർല മീൻസ് രോഗികളോട് ഞാൻ നന്നായി പെരുമാറും. ഒഹ്സിനു മീൻസ് ഞാൻ നന്നാക്കും. മുആമലത്ത് സ്വഭാവം, പെരുമാറ്റം. അൽ മർല രോഗികളോട് നന്നായി പെരുമാറും. വ അവദു അൻ അകൂന തബീബൻ യുഹിബ്ബുഹു അന്നാസു. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വലി ഉഹക്കിക ഹാദൽ ഹുൽമ. എൻ്റെ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സഅദുർസു ജയ്യിദൻ. ഞാൻ നന്നായി പഠിക്കും. ലൻ ഉലയ്യ വക്തി. ഞാൻ എൻ്റെ സമയം പാഴാക്കുകയില്ല. ഇതേ രൂപത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ പാഠം പഠിക്കാം.